അപ്പോൾ നമ്മളിവിടെ കുറച്ച് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ടിൻ്റെ ഇത് മെഷർമെൻ്റ് ഒന്ന് നോക്കാം. നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചതിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ നമുക്ക് 46 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ നമുക്ക് 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു മെഷർമെൻറ്റ് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു സെയിം പാറ്റേൺ 2DC ചെയിൻ 1 2DC സെൻറ്ററിൽ ഇങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെയും എല്ലാ ഫാൻസിച്ചിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ മെഷർമെൻറ്റ് ആവശ്യമില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഫസ്റ്റ് ചെയ്ത 3 ചെയിനെല്ലാം ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ, ഇത് 3 ചെയിൻ കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മളൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാൺ കട്ട് ചെയ്യുക. അതിന് ശേഷം അത് യാണിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുത്ത് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു യാണിനെ നമുക്ക് ഉള്ളോട്ടും ബാക്കോട്ടും ആക്കിയിട്ട് അത് ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്കിത് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഹുക്ക് എടുത്തിട്ട് നമുക്കൊരു നോട്ട് പോലെ ഇട്ടിട്ട് 1-2 പ്രാവശ്യം അതുപോലെ ചെയ്യുക. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. ാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ലെങ്ത്ത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. ഇത് നല്ലോണം ഫ്ലെയർ വരുന്നുണ്ട് ഇതിന്. ഇത് നമുക്കിതിൻ്റെ നമ്മളിതാ ഈ ഒരു ഇവിടെ നമ്മളെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മളൊരു സ്ലിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ അവിടെ ഇങ്ങനെ നല്ല നീറ്റിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചുറ്റിലും സിൽക്ക് ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നെക്കാണ്. ഇപ്പോൾ ബ്ലാക്കിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മളെ നെക്കിൻ്റെ പൊസിഷൻ ഇങ്ങനെ നോക്കാം. നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് യാൺ എടുത്തിട്ട് കുറച്ച് ടൈലൻ്റ് എടുത്താൽ മതി. യാൺ എടുക്കുക, ടൈലൻ്റ് ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക, ചെയിൻ 1 ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു എഡ്ജൊക്കെ ഒന്ന് നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വൃത്തികേടായി തോന്നുന്നില്ല. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒരു എഡ്ജ് നീറ്റില്ലാതെ നിൽക്കും. അത് വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ലൊരു നീറ്റിൽ ആ ബാക്കിൽ സ്ലിറ്റിൻ്റെ ഭാഗത നല്ലൊരു നീറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ. ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടൈലൻ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ച് ഹൈഡാക്കിയാൽ ആ ടൈലൻ്റ് ഇതിൻ്റെ ബാക്കിൽ ഹൈഡായി പോയിക്കോളൂ കേട്ടോ. നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വൈറ്റ് ഫ്രോക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗം ഒക്കെ സെയിം തന്നെയാണ്. ഏത് ഫ്രോക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഭാഗം സെയിം ആണ് നമ്മൾ സ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അവിടെ അതൊന്ന് നോക്കി ജസ്റ്റ് മനസ്സിലാവായി ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു എഡ്ജ് നല്ല നീറ്റിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു എഡ്ജ് കണ്ടോ നമുക്ക് അത്ര നീറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നീറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇനി ലാസ്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇനി മുകളിലേക്കാണ് ഈ അപ്പർ പാർട്ടിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് വരെ ചെയ്യാം.
അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ടൈലൻഡ് ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ടൈലൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈലൻഡ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ഹൈഡാക്കി കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ യാണ് ഉണ്ടാവും. അപ്പോൾ ഈ യാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റിച്ച് അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗത്തുള്ള യാണ് തൂങ്ങിക്കിടക്കുന്ന യാണും നമുക്ക് നല്ല നീറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ടൈലൻഡിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ചെയിനൊക്കെ ഊരി പോരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ അവിടെ വെച്ച് നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യരുത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചുറ്റിലും ഇങ്ങനെ ചെയ്തു ലാസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കുറച്ച് ടൈലൻഡ് അധികം എടുത്തിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾക്കിത് ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുക, പിന്നെ ഇതിനെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. പിന്നെ നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ എടുത്തിട്ട് ഒന്ന് കുറച്ച് താഴത്തേക്ക് ഈ ഒരു സ്റ്റിച്ചിനെ കൊണ്ടുവരാം. അല്ല, ഈ ഒരു കട്ട് ചെയ്ത യാണിനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കിത് ഏതെങ്കിലും ഒരു നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ആ യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ടൈറ്റായി നിന്നോളൂ. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതാ ഈ എഡ്ജ് നമുക്ക് നല്ല കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് വെച്ച് കാണിച്ചത് കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ നല്ല നീറ്റിൽ ഈ ഒരു സ്റ്റിച്ച് പോലെ നമുക്ക് ഈ ഒരു ഭാഗം ആണ് നമ്മളിപ്പം ബാക്ക് സൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 1 2 1 2 അല്ലെങ്കിൽ 3 നമുക്ക് സ്ലിറ്റിനനുസരിച്ചിട്ട് നമുക്ക് ബട്ടൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബട്ടൺ ഹോൾ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കിതാ ഈ ബട്ടൻ്റെ ഈ ഒരു ഏതെങ്കിലും ഇതിലേക്ക് ഇട്ടാൽ ബട്ടൺ അവിടെ സെറ്റായി നിന്നോളൂ കേട്ടോ. നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ അവളെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ അഥവാ ലൂസ് ആവുകയാണെങ്കിൽ അവർ കുറച്ചൊരു ലെങ്ത്തിൽ വിട്ട് അധികം പറഞ്ഞിട്ടാണ് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത്ത് അധികം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ലെങ്ത്ത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താ കുറച്ച് സ്റ്റിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു 10 സ്റ്റിച്ച് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ സ്റ്റിച്ച് മാർക്ക് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സ്റ്റിച്ചിനെ ചെയിനിനെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കയറ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കയറ് വെച്ചിട്ട് ഈ ഒരു യാണ് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു കയറിന് അത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ ഈ യാൺമ തന്നെ ഇവിടുന്ന് ഒരു യാണും എടുത്തിട്ട് ഒന്നിച്ച് പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ നമ്മളിവിടെ ഇവിടുന്ന് 10ാമത്തെ സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ടൈലൻഡ് അധികം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാണുകൾ ചെയ്ത് മുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഈ യാണ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അങ്ങനെ നമുക്ക് എത്രയാണോ ഈ ഒരു കയറിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ 40 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണോ ചെയിൻ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 യാണ് വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ 1 യാണ് വെച്ചിട്ട് 2.5 mm സെറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 യാണ് വെച്ച് ചെയ്യുമ്പോൾ ആ 2.5 വെച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതാ 3 mm സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 mm സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിതാ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ താഴത്തെ ഒരു ലീഫ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അടുത്ത ചെയിനിൽ നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു ഹാഫ് DC ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. 2 ലൂപ്പ് ഉണ്ടാവും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പെറ്റിൽ ഒരു ലീഫിൻ്റെ ചെറിയൊരു ലീഫിൻ്റെ ഭാഗം പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, യാണ് വലിച്ചിങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത അങ്ങനെ ഒരു പെറ്റൽ പോലെ ഒരു ലീഫ് പോലെ ഇങ്ങനെ നിൽക്കും. അതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഈ യാണ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ 2 യാണുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു യാണിനെ 2 യാണ് ഉള്ളതുകൊണ്ട് ഒരു യാണ് എടുക്കുക, മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഈ ഒരു യാണും ഈ യാണും തമ്മിൽ ഒന്നിച്ച് പിടിച്ച് കെട്ടി കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇങ്ങനെ നമുക്കിതിന് 2 കൂടി വെച്ചിട്ട് കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാണ് ഇവിടെ ടൈലൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് എടുത്തു കൊടുക്കാം. നോക്കിയിട്ട് ഇതിങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഉൾഭാഗത്തേക്ക് ഈ ഒരു യാണിന് എടുക്കാം. എന്നിട്ട് ഇതും 2 എണ്ണം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് നമുക്കിങ്ങനെ ഹുക്ക് എടുത്തിട്ട് ഒരു യാണിനെ നമുക്കിങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. മറ്റേ യാണും ഈ യാണും തമ്മിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. 1 2 പ്രാവശ്യം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ബാലൻസ് വരുന്ന യാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു ബാക്കിൽ കെട്ടുന്ന ബോ പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്ട്രാപ്പ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ നമ്മൾ 10 സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇതേപോലെ ഇവിടുന്ന് ഈ എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ മെഷർമെൻറ്റ് നോക്കിയിട്ടാണെങ്കിൽ ഇവിടുന്ന് ഇപ്പം ഞാൻ 7 സെൻറ്റിമീറ്റർ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ട് നമുക്കിതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് 2 യാണാണ് യൂസ് ചെയ്യുന്നത്. 2 യാണ് ഡബിളിൽ വെച്ചിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 അങ്ങനെ നമുക്ക് 40 ചെയിൻ ചെയ്യുക. പിന്നെ അതാ ഇവിടെ ഇത് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു ഹാഫ് DC ചെയ്യാം. അടുത്ത 2 ചെയിനിലും നമുക്ക് ഓരോ സിംഗിൾ DC വീതം ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ 2 ചെയിനിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു.
ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഒരു ഹാഫ് DC ചെയ്യാം. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്യാം. അതിന് ശേഷം നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം യാണ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുത്തിട്ട് ഈ രണ്ടും യാണും തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ കെട്ടിയിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇന്നിപ്പോൾ നമ്മുടെ ബോഡീൻ്റെ ഭാഗം അഥവാ നല്ല ലൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ആക്കി കെട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ വേറെ കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് 2 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഉള്ളത്. ഫസ്റ്റ് ലെയറും അതുപോലെ സെക്കൻഡ് ലെയറും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പ്ലേ ആണും 2.5 mm ഹുക്സെറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ യാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിന് നമുക്ക് യാണ് എടുക്കാം. ഈ സെൻറ്ററിന് ഞാൻ യാണ് എടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ ഈ സെൻറ്ററിലുള്ള യാണാണ് ഇത്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് യാണും അങ്ങനെ 2 യാണും ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 എണ്ണം 2 സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് yarn over ചെയ്ത് ഈ ഒരു സെന്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. yarn over ചെയ്ത് സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക, ബാലൻസ് വന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിതാ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി കേട്ടോ. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. നമ്മൾ ടോട്ടൽ 5 ചെയിനാണ് ചെയ്തിട്ടുള്ളത്. 2 ചെയിൻ ഇത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് 5 ചെയിൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. ഇനി നമ്മൾ ഇവിടുന്ന് 1 2 ചെയിൻ ചെയ്യാം. yarn over ചെയ്യുക. ഈ ഒരു സെന്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്ത് ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് വരുന്ന yarn over ചെയ്ത് ആ ബാലൻസ് വന്ന് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ 1 2 2 പെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ചെയിൻ 2 ചെയ്യാം. yarn over ചെയ്യുക, ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 3 എണ്ണം കിട്ടിയേ. വീണ്ടും ചെയിൻ 2 ചെയ്യാം. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 4 എണ്ണം ചെയ്തേ. ഇനി നമ്മൾ 1 2 ചെയിൻ ചെയ്യുക, സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇത് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 5 എണ്ണം ചെയ്തിട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ 3 ചെയിൻ കഴിഞ്ഞിട്ട് 3 ചെയിൻ 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ആയി തോന്നും. പക്ഷേ ഇത് 3 ചെയിനാണ്. 3 ചെയിൻ കൂടാതെ നമ്മളിവിടെ 1 2 3 4 5 5 എണ്ണം ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ സർക്കിൾ റിമൂവ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5 ചെയിൻ ചെയ്തില്ല, അതിൽ 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഒരു ചെയിൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് 1 2 3 4 5 6 നമുക്ക് 6 ഗ്യാപ്പ് ഉണ്ടാവും. ഈ 6 ഗ്യാപ്പിൽ നമ്മൾ 6 പെറ്റൽസ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സെന്ററിലേക്കാണ്, ഈ ഒരു സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാണോ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യാം. യാണോ ചെയ്ത് ഈ ഒരു ഇതിലൂടെ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് പെറ്റിൽ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഉള്ള ഗ്യാപ്പിലൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ചെയിൻ 1, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ സെക്കൻഡ് പെറ്റിലും കിട്ടി. നമ്മൾ തേർഡ് പെറ്റിൽ ചെയ്യാനായിട്ട് അടുത്ത 3ാമത്തെ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ കൂടി, അതിനുശേഷം ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3ാമത്തെ പെറ്റിലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 പെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ 5 പെറ്റിൽ കിട്ടി. 1 2 3 4 5. നമുക്ക് ലാസ്റ്റ് സ്പേസ് ആണ്, ഇനി ഇവിടെ സ്പേസ് ഇല്ല. ഈ ലാസ്റ്റ് സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് പെറ്റിൽ ഇത് ഞാൻ ഒരു ചെയിൻ വെച്ചിട്ടാണ് ചെയ്തത്, ഒരു സ്ട്രെങ്ത് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് 2 സ്ട്രെങ്ത് വെച്ച് ചെയ്തപ്പോൾ വലിയ ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഒറ്റ നൂല് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുക്കാം. ഇത് ഫ്രണ്ട് സൈഡ് അല്ല, ഈ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ചെയിൻ ഉള്ളത്. ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സെക്കൻഡ് ലൂപ്പ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഭാഗത്തു നിന്ന് 5 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്ത്, ഈ പെറ്റിൽ ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്തിട്ടില്ലേ, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ കിട്ടുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പെറ്റിൽ കഴിഞ്ഞിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ അല്ലേ, ഈ ഡബിൾ ക്രോഷേൻ്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ വീണ്ടും ചെയ്ത് കൊടുക്കുക. 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിന്. പിന്നെ അടുത്ത ഡബിൾ ക്രോഷേന്റെ ഇവിടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. ഈ അടുത്ത ഡബിൾ ക്രോഷേന്റെ ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, യാണോ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 ചെയിൻ ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ഡബിൾ ക്രോഷേ ഉണ്ട്, അവിടെയും നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത സ്ലീപ്പ് സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം അത് എത്ര സ്റ്റിച്ചസ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. 1 2 3 4 5 6 ഉണ്ടോ, 6 പെറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈലൻ്റാണ്. അത് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണേ. അതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ലെയർ, ഈ ഒരു ലെയർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ലെയർ ചെയ്യാനായിട്ട് ഇവിടെ ഇതാ നമ്മൾ ഈ ഒരു വലിച്ചു വെച്ചാണ് ചെറുതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്പേസ് ആണുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 അടുത്തതിലും നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 സെയിം സ്പേസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 ഡബിൾ ക്രോഷേ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഹാഫ് DC ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് DC, 3 DC, വീണ്ടും ഒരു ഹാഫ് DC, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതാ ഇത് ഫസ്റ്റ് പെറ്റല്, മുകളിലത്തെ പെറ്റല്, ഇത് താഴത്തെ പെറ്റല്, സെക്കൻഡ് ലെയറത്തെ പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതാ ഈ ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് DC, സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തേർഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റലും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ താത്തി നോക്കുമ്പോൾ ഫസ്റ്റ് പെറ്റലിൻ്റെ നേരെ താഴെയും സെക്കൻഡ് പെറ്റലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ലെയറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ സ്പേസിലും ഇതന്നെ ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക. പിന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ തേർഡ് പെറ്റൽ കിട്ടി. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് DC, 3 ഡബിൾ ക്രോഷേ, 1 2 3 3 ഡബിൾ ക്രോഷേ, ഒരു ഹാഫ് DC, ഒരു
സിംഗിൾ ക്രോഷ്യ. ഇനി 4 എണ്ണം ഇപ്പോൾ കിട്ടി. ഇനി 2 എണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിവിടെ 6 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പെറ്റലിന്റെ സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തു. ഇനി നമ്മളിത് അങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലെയർ, ഇനി 3 ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സെക്കൻഡ് റൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ തേർഡ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലെയർ ചെയ്യുന്നുള്ളൂ. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 സ്ട്രെങ്ത് വെച്ചിട്ട് 2 യാണ് വെച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ ഫ്ലവർ കിട്ടി. ഒരു യാണ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈസിലും വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ചെയ്യുക. വലിയ സൈസ് വേണമെങ്കിൽ നമ്മൾ ഹുക്കും യാണും, ഇതിപ്പോൾ 4 പ്ലേ ആണും 2.5 mm ഹുക്ക് സെറ്റ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ 8 പ്ലേ ആണ്, 4 പ്ലേ ആണ് 2 എണ്ണം വെച്ചിട്ട് 8 പ്ലേ ആണും അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് 3 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹുക്ക് സെറ്റും യാണും ചേഞ്ച് ചെയ്താൽ നമുക്ക് നല്ല വലുപ്പത്തിന് വ്യത്യാസമുള്ള വലിയ സൈസിലാണെങ്കിൽ വലിയ സൈസ് ചെയ്യുക, ചെറിയ സൈസിലാണെങ്കിൽ ചെറിയ സൈസിൽ ചെയ്യുക. അതിന് ശേഷം ഈ യാണ് 2 ഉണ്ടാവും. ആ 2 യാണും ഇങ്ങനെ ഒന്ന് ഉച്ച പിടിച്ചിട്ട് ഇങ്ങനെ 1-2 പ്രാവശ്യം കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്കൊരു ലെയർ പോലെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈലൻഡ് എടുക്കുക. ടൈലൻഡ് ഇവിടെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനു ശേഷം ചെയിൻ 1 ചെയ്യുക. 1 2 ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻഡ് അധികം എടുക്കുക. അതിനുശേഷം യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 1 ചെയിൻ 1 ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതാ യാണോ ചെയ്യുക. ഈ അടുത്ത പെറ്റലുണ്ടോ ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതാ 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 4 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഒരു ഫാൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും യാണോ ചെയ്യാം. ഇവിടുന്ന് 1 2 3 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സെയിം സ്പേസിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 സെയിം സ്പേസിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ വീണ്ടും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 5 അല്ലെങ്കിൽ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാനിവിടെ 5 ചെയ്യുന്നത്. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ
ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു ലെയർ ഇത് ഒരു കേവ് പോലെ ആയി കിട്ടും കേട്ടോ. വീണ്ടും നമുക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, അല്ല സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമുക്കിങ്ങനെ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റിലും ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു 3 സിംഗിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനവ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഞാനവ ചെയ്ത് ഈ ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം യാൺ വലിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ നല്ലൊരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗം എഡ്ജൊക്കെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേവ്സ് പോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോൾ ഈ ഒരു യാണ് നമുക്ക് ഉള്ളോട്ട് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ 2 സ്ലീവിനും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്ലീവിന് ചെയ്തു, ഞാൻ ഓൾറെഡി നേരത്തെ ഈ ഒരു സ്ലീവിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും നമുക്ക് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 ബട്ടൺ അറ്റാച്ച് ചെയ്യണം. ഇതാ സ്ട്രാപ്പൊക്കെ അഡ്ജസ്റ്റബിൾ ടൈ സ്ട്രാപ്പൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ തുന്നിയെടുക്കണം. ഈ ഒരു ഫ്ലവർ നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, സെൻറ്ററിൽ ചെയ്യാം, ഈ ഒരു ഭാഗത്ത് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തത്. അതൊന്ന് നമ്മൾ തുന്നി കൊടുത്താൽ മതി കേട്ടോ. സ്റ്റിക്ക് ചെയ്യരുത്. ഈ മക്കളെ ഡ്രസ്സുകളൊന്നും ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യരുത്. എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതവിടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുക. നമ്മൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. നല്ല ലെയറിലായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വൈറ്റ് ബട്ടണാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭംഗിയാണ് കേട്ടോ. ആ വൈറ്റ് ബ്ലാക്കിൽ ഇങ്ങനെ കാണുമ്പോൾ അതിന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രാപ്പും ടൈ സ്ട്രാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെങ്ത്തിലും, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, എത്രയാണോ വിടുത്ത് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. അതിൻ്റെ പിന്നെ സ്ലീവിൻ്റെ ഭാഗമായാലും ബട്ടണായാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ആ വൈറ്റ് ബട്ടണൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡ്, ബിഗിനേഴ്സ് ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.